അമേരിക്കയുടെ ആയുധശേഖരം തീരുന്നോ? ലോകത്തിലെ ഏറ്റവും ശക്തമായ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളിലൊന്നായ താഡ് ഇനി അമേരിക്കയുടെ ഏറ്റവും വലിയ ആശങ്കയായി മാറുകയാണ്. ഇറാനുമായി മാസങ്ങളോളം തുടരുന്ന യുദ്ധത്തിനിടെ ഈ സംവിധാനത്തിന്റെ ഇന്റർസെപ്റ്റർ മിസൈലുകളിൽ ഏകദേശം 80% ഉപയോഗിച്ചു കഴിഞ്ഞുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ചൈന, റഷ്യ, ഉത്തര കൊറിയ പോലെയുള്ള എതിരാളികളെ നേരിടാനുള്ള അമേരിക്കയുടെ ഭാവി സൈനിക ശേഷിയെയും ഇത് നേരിട്ട് ബാധിച്ചേക്കും. റിപ്പോർട്ടുകൾ എത്രത്തോളം ഗൗരവമുള്ളതാണ്? വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. അമേരിക്കയുടെ മിസൈൽ ശേഖരത്തെക്കുറിച്ചുള്ള ഈ വിവരങ്ങളാണ് ഇപ്പോൾ അന്താരാഷ്ട്ര പ്രതിരോധ മേഖലയിൽ വലിയ ചർച്ചയാകുന്നത്. ഇറാനുമായുള്ള മാസങ്ങളോളം നീണ്ട സംഘർഷത്തിനിടെ അമേരിക്കയ്ക്ക് തുടർച്ചയായി താഡ്, പാട്രിയോട്ട് തുടങ്ങി മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ട്. ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും തടയാൻ നൂറുകണക്കിന് ഇന്റർസെപ്റ്ററുകളാണ് വിക്ഷേപിച്ചത്. അതിന്റെ ഫലമായി താഡ് ഇന്റർസെപ്റ്ററുകളുടെ ഏകദേശം 80%വും പേട്രിയറ്റ് ഇന്റർസെപ്റ്ററുകളുടെ പകുതിയോളവും ഉപയോഗിച്ചു കഴിഞ്ഞുവെന്നാണ് വിലയിരുത്തൽ. ഇതോടെ അമേരിക്കയുടെ വ്യോമ പ്രതിരോധ ശേഷി തന്നെ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ടെർമിനൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് ഏരിയ ഡിഫൻസ് എന്നതിന്റെ ചുരുക്കപ്പേരാണ് താഡ്. ശത്രു രാജ്യങ്ങൾ തൊടുത്തുവിടുന്ന ബാലിസ്റ്റിക് മിസൈലുകളെ ഭൂമിയിലെത്തുന്നതിന് മുൻപ് അന്തരീക്ഷത്തിനകത്തോ അതിന് തൊട്ടുമുകളിലോ വെച്ച് തകർക്കാൻ കഴിയുന്ന അത്യാധുനിക പ്രതിരോധ സംവിധാനമാണിത്. അമേരിക്കയും ഇസ്രായേലും ഗൾഫ് രാജ്യങ്ങളും വർഷങ്ങളായി ഈ സംവിധാനം ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ താഡിന്റെ ഏറ്റവും വലിയ പരിമിതിയും അതിന്റെ ശക്തി തന്നെയാണ്. ഒരു ഇന്റർസെപ്റ്റർ നിർമ്മിക്കാൻ വലിയ തുകയാണ് ചെലവിടേണ്ടത്. ഓരോ മിസൈലിനും കോടിക്കണക്കിന് ഡോളർ വില വരും. അതോടൊപ്പം ഉൽപാദനവും വളരെ പരിമിതമാണ്. വർഷത്തിൽ ഏതാനും ഡസൻ ഇന്റർസെപ്റ്ററുകൾ മാത്രമാണ് നിർമ്മിക്കാൻ കഴിയുന്നത്. അതിനാൽ യുദ്ധകാലത്ത് വലിയ തോതിൽ ഇവ ഉപയോഗിച്ചാൽ ശേഖരം വളരെ വേഗത്തിൽ കുറയും. പുതിയ മിസൈലുകൾ നിർമ്മിച്ച് ആയുധശേഖരം പുനഃസ്ഥാപിക്കാൻ മാസങ്ങളോ ചിലപ്പോൾ വർഷങ്ങളോ വേണ്ടിവരുമെന്നാണ് പ്രതിരോധ വിദഗ്ധരുടെ വിലയിരുത്തൽ. ഇവിടെയാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വെല്ലുവിളി. പശ്ചിമേഷ്യയിൽ മിസൈലുകൾ തടയാൻ വലിയ തോതിൽ താഡ് ഉപയോഗിച്ചാൽ പിന്നീട് ഇൻഡോ പസഫിക് മേഖലയിലോ യൂറോപ്പിലോ പുതിയ പ്രതിസന്ധി ഉണ്ടായാൽ മതിയായ ഇന്റർസെപ്റ്ററുകൾ കൈവശമുണ്ടാകുമോ എന്നതാണ് ആശങ്ക. ചൈന, റഷ്യ, ഉത്തര കൊറിയ തുടങ്ങിയ രാജ്യങ്ങളുടെ മിസൈൽ ശേഷി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അമേരിക്കയ്ക്ക് ആയുധശേഖരത്തിലെ ഈ കുറവ് തിരിച്ചടിയാകും. അതുകൊണ്ട് തന്നെ അമേരിക്ക മിസൈൽ ഉൽപാദനം വേഗത്തിലാക്കാനും പ്രതിരോധ വ്യവസായത്തിൽ കൂടുതൽ നിക്ഷേപം നടത്താനുമുള്ള നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം ഈ കണക്കുകൾ ഔദ്യോഗികമായി സ്ഥിരീകരിക്കാൻ പെന്റഗൺ തയ്യാറായിട്ടില്ല. അമേരിക്കയുടെ പ്രതിരോധ ശേഷി ഇപ്പോഴും ശക്തമാണെന്നും ആവശ്യത്തിന് ആയുധശേഖരം കൈവശമുണ്ടെന്നും സർക്കാർ വൃത്തങ്ങൾ ആവർത്തിക്കുന്നു. യഥാർത്ഥത്തിൽ എത്ര താഡ് ഇന്റർസെപ്റ്ററുകൾ ശേഷിക്കുന്നുവെന്ന വിവരം ദേശീയ സുരക്ഷയുടെ ഭാഗമായി രഹസ്യമായാണ് സൂക്ഷിക്കുന്നത്. എന്നിരുന്നാലും യുദ്ധം നീണ്ടു നിൽക്കുമ്പോൾ അത്യാധുനിക മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ പോലും എത്ര വേഗത്തിൽ ക്ഷയിച്ചു പോകാമെന്ന യാഥാർത്ഥ്യമാണ് ഈ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത്.